മെയിൻ ചേഞ്ച് ഇരിക്കുന്നത് ഹൂഡിന് ഉള്ളിലാണ്. സോ ഹലോ ഗായ്സ്, അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് എത്തിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഡോഡ്ജ് ചാലഞ്ചർ RT ആൻഡ് ഡോഡ്ജ് ചാലഞ്ചർ SRT ഹെൽക്കാറ്റ് രണ്ടും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ പലർക്കും അറിയത്തില്ല, അതായത് ഇങ്ങനെ ഒരുപാട് വേരിയൻസ് ഡോഡ്ജിനുണ്ട്, ചാലഞ്ചറിനുണ്ട് എന്ന്. ഇതിപ്പോൾ RT SRT ഇത് കൂടാണ്ട് ഇതിന് ബേസ് ആയിട്ടുള്ളതുണ്ട്, ഇതിനും കൂടിയതുണ്ട്. മീൻസ് ഇതിപ്പം ഹെൽക്കാറ്റാണ്. ഹെൽക്കാറ്റ് കൂടാണ്ട് ഡീമൻ ഉണ്ട്, ജയിൽ ബ്രേക്ക് ഉണ്ട്, അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. ഇതെല്ലാം അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഡിഫറൻസ് വരുന്നുണ്ട്. മെയിൻലി പവറിലാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ എക്സ്റ്റീരിയറിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് കാണാം ഡിഫറൻസ് ഒന്നുമില്ല, ഏകദേശം സെയിം ആണ്. പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇൻടേക്കാണ്. ഓക്കെ, ഇതിപ്പം ബമ്പർ ചേഞ്ച് ചെയ്തിടുന്ന വണ്ടികളിൽ അതിപ്പോൾ ഫേക്ക് ഇൻടേക്ക് അങ്ങനെ വരാറുണ്ട്. സോ അത് നമുക്കൊരു ചേഞ്ച് ആയിട്ട് പറയാനില്ല, കാരണം പൊതുവേ റോഡ് കാണുന്ന വണ്ടിയിൽ അങ്ങനെ ഇരിക്കും. പിന്നെ വൈറ്റ് ബോഡി അതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഇടാം. പിന്നെ അലോയ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് RTക്ക് വരുന്ന അലോയ്സ്. SRTയിൽ പറഞ്ഞാൽ കുറച്ച് വൈഡ് ടൈപ്പ് അലോയ്സാണ് വരുന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സൺറൂഫ് ഉണ്ടാവില്ല, ബട്ട് ഇതിന് സൺറൂഫ് ഉണ്ടാവും. പക്ഷേ ഇതൊന്നും അല്ല ചേഞ്ച്. മെയിൻ ചേഞ്ച് ഇരിക്കുന്നത് ഹൂഡിന് ഉള്ളിലാണ്. സോ ഇതാണ് നമ്മുടെ ഹെൽക്കാറ്റിൻ്റെ എഞ്ചിൻ ബേ, ഇതാണ് RTയുടെ എഞ്ചിൻ ബേ. കാഴ്ച തന്നെ നല്ല ഡിഫറൻസ് കാണുന്നുണ്ട്, ബട്ട് സ്പെക്സിൽ അതിനേക്കാൾ വലിയ ഡിഫറൻസ് ഉണ്ട്. ഇത് 5.7 ലിറ്റർ ഹെമി V8 എഞ്ചിനാണ് വരുന്നത് വിത്ത് 375 bhp. ഇവിടെ എന്ന് പറഞ്ഞാൽ സൂപ്പർ ചാർജ്ഡ് ഹെമി V8 എഞ്ചിൻ, അതും 6.2 ലിറ്ററാണ് വണ്ടി. അതിന് bhp എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 797 bhp ഉണ്ട് ഇതിന്. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, അത്രയും വലിയ ഡിഫറൻസ് ആണ് കാണുന്നത്. പിന്നെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വലിയ ഡിഫറൻസ് ഈ രണ്ട് വണ്ടിക്കും ഉണ്ട്. അപ്പോൾ എക്സ്റ്റീരിയറിൽ കാര്യമായ ഡിഫറൻസ് ഇല്ല, ബട്ട് ഉള്ളത് ഹൂഡിനകത്താണ്. ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായ ഡിഫറൻസ് ഇവിടെ ഇല്ല. ഇവിടെ സ്റ്റിയറിംഗിൽ നമുക്ക് SRT ബാഡ്ജ് കാണാം, ബട്ട് അതേസമയം RTയിൽ അല്ലെങ്കിൽ നോർമൽ ഏത് വേരിയൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഡോഡ്ജിൽ നിന്നുള്ള ഒരു ബാഡ്ജാണ് കാണാൻ പറ്റുക. സോ ഇതാണ് നമ്മുടെ SRT ഹെൽക്കാറ്റും അതുപോലെ ചാലഞ്ചർ RTയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. മെയിൻലി ഉള്ളത് അതിൻ്റെ എൻജിൻ സ്പെക്കിലാണ് ഡിഫറൻസ് ഇരിക്കുന്നത്. സോ ഇനിയും ഇതുപോലെ വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം, കിട്ടുന്ന വണ്ടികളൊക്കെ ചെയ്യാം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യ് ഏത് വണ്ടിയാണ് ഇനി വേണ്ടതെന്നുള്ളത്. ഓക്കെ, ബൈ.